നമുക്ക് പ്രലോഭനമാണെന്ന് പോലും നമുക്ക് തോന്നാത്ത രൂപത്തിലായിരിക്കും പലപ്പോഴും പ്രലോഭനം നമ്മളെ പിടികൂടുന്ന ഒരവസ്ഥ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു ആത്മീയ അന്ധത അനുഭവിക്കുന്ന ഒരു സമയം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് രാഹുൽ എന്നൊരു വ്യക്തി, അവൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അവന് 3 മാസമായിട്ട് ജോലിയില്ല, കടങ്ങൾ, ദാരിദ്ര്യം ഇതെല്ലാമാണ് അവന് കൂട്ടായിട്ടുള്ളത്. അതിനേക്കാളേറെ കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അവൻ്റെ സുഹൃത്ത് അവൻ്റെ അടുത്ത് വരികയാണ്. പ്രലോഭനം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഈ സുഹൃത്ത് അവൻ്റെ മുന്നിൽ വന്നിട്ട് അവനോട് പറയുകയാണ്, അതായത് നീ ഈ ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് 2 ദിവസത്തിനുള്ളിൽ 2.5 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ്. വല്ലാത്തൊരു പ്രലോഭനമാണല്ലേ. അവനും ആ പ്രലോഭനത്തിൽ വീഴാൻ പോവുകയായിരുന്നു. അവൻ പെണ്ണെടുത്ത് ഒപ്പിടാൻ പോകുന്ന ഒരു സമയത്ത് അവൻ പെട്ടെന്ന് ചുമരിൽ കണ്ട അപ്പൻ്റെ ചിത്രം കാണുകയാണ്. അപ്പൻ്റെ ചിത്രം എന്തോ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ അവനൊരു ഫീലിംഗ് വരികയാണ്. അവൻ അല്പം നേരം ആലോചിച്ചു. എത്രമാത്രം കഷ്ടപ്പെട്ടും അധ്വാനിച്ചും വളർത്തിയുണ്ടാക്കിയ ആ അപ്പൻ്റെ മകനാണ് ഞാൻ. എന്നിട്ട് ഈ ഒരു വിശപ്പിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പണയം വയ്ക്കാൻ പോവുകയാണെന്ന് അവനൊരു നിമിഷം ഒരു തിരിച്ചറിവുണ്ടാകുന്നു. അവൻ ഉടനടി ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഈ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ വിശന്നാലും പട്ടിണി കിടന്ന് മരിച്ചാൽ സാരമില്ല, എന്നാലും ഞാൻ എൻ്റെ ആത്മാവിനെ പണയം വയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് സുഹൃത്തിനെ മടക്കി അയക്കുകയാണ്. അവിടെ നിന്നൊരു 1 മാസമൊക്കെ കഴിഞ്ഞ് കാണും, അല്ലെങ്കിൽ ഓരോ ആഴ്ചയൊക്കെ കഴിഞ്ഞ് കാണും. വലിയ അത്ഭുതങ്ങളൊന്നും അവൻ്റെ ജീവിതത്തിൽ നടന്നില്ല കേട്ടോ. സിനിമയിലൊക്കെ അത്ഭുതങ്ങൾ കാണുമായിരിക്കും, പക്ഷേ ഇവിടെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് അവനൊരു ചെറിയൊരു ജോലി കിട്ടി. ഒരു സൈക്കിൾ കട തുടങ്ങി. അവൻ ആ ഒരു കട തട്ടിമുട്ടിയൊക്കെ നടത്താൻ തുടങ്ങി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 2 മക്കളെ അവൻ പരിചയപ്പെടാനിടയായി. അവൻ അവർക്ക് അവൻ്റെ കടയിൽ ജോലി കൊടുത്തു. ശരിക്കും ഈ കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രലോഭനങ്ങൾ തിരിച്ചറിയുക മാത്രമല്ല ഈ കഥയുടെ മെസ്സേജ്. അതിനേക്കാളേറെ അവൻ 2 ആത്മാക്കളെ കൂടി രക്ഷിച്ചു എന്നുള്ളതാണ് ഈ കഥയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പണവും അന്തസ്സിനും വേണ്ടിയൊക്കെ നമ്മളെ തന്നെ വിൽക്കുമ്പോൾ, നമ്മുടെ ആത്മാവിനെ വിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് കൊള്ളുക. നമ്മൾ എത്രമാത്രം നമ്മളുടെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണെന്ന്. നമുക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനേക്കാളേറെ എൻ്റെ ആത്മാവിനെ ഞാൻ സംരക്ഷിക്കുന്ന പോലെ മറ്റുള്ളവരുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ കൂടിയ ഒരു കാവൽ മാലാഖയായിട്ട് നിൽക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കഥയിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മെസ്സേജ്. ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മാവിനെ നമുക്ക് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമായി നമുക്കത് സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നു.